ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ ഹേമയാണെങ്കിലോ ജയ്മോഹനോട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മകൾ എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് ആ ജയിലിൽ താമസിക്കുന്നത്, എനിക്കത് സഹിക്കാൻ സാധിക്കുന്നില്ല ജയ്മോഹൻ, അവളെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്താ ഹേമ അവൾ ചെയ്ത തെറ്റ് നിനക്കറിയുന്നതല്ലേ, പിന്നെ എന്തിനാ വെറുതെ അവളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്? അവൾക്ക് അർഹതപ്പെട്ട ഒരു ശിക്ഷയാണ് അവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും പറയുന്നു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവളുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. തൻ്റെ മനസ്സിങ്ങനെ മാറാൻ എന്തോ ഒരു കാരണം ആരോ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അതെ, വന്നിട്ടുണ്ടായിരുന്നു. ആ ബലരാമൻ്റെ അമ്മ സുമിത്ര, വളർത്തമ്മ. ആ, അവൾ പക്ക ഫ്രോഡാണ്, നിനക്കറിയുന്നതല്ലേ. അവരുടെ വാക്ക് വിശ്വസിച്ച് ഒരിക്കലും ഞാൻ മനസ്സിൽ വിശ്വസിക്കില്ല. എനിക്ക് അവളെ ജയിലിൽ നിന്ന് പുറത്തിറക്കണമെന്നുമില്ല. നീ ഈ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരരുത് ഹേമ എന്ന് പറഞ്ഞിട്ട് ജയമോഹൻ അങ്ങ് പോകുന്നു. അതിനുശേഷം തന്നെ സുജുവും സാഗറും കൂടി സംസാരിക്കുന്നുണ്ട് കേട്ടോ. സാഗർ, ഭാഗ്യശ്രീ എന്തായാലും ദുബായിൽ പോയി എന്നല്ലേ പറയുന്നത്. അപ്പോൾ ബലരാമിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ? എനിക്ക് എന്തൊരു ടെൻഷൻ പോലെ ഉണ്ട് ഇപ്പോഴും എന്ന് പറയുന്നു. കൃഷി പറയുന്നുണ്ട്, അവരുടെ ഒരു കമ്പനിയിൽ മീറ്റിങ്ങിന് വേണ്ടി പോയതാണ്, എന്തായാലും പ്രശ്നമൊന്നുമില്ല, ഞാൻ അന്വേഷിച്ചു കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നുണ്ട്. എന്നാലും അവനെ കാണാത്തതിൽ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് പറയുന്നു. കൃപ വരുന്നുണ്ട്, എന്താമ്മേ എല്ലാവർക്കും കൂടി ബലരാമേട്ടനെ കുറിച്ച് ഇത്ര ആശങ്ക എന്തിനാ, ഏട്ടൻ തിരിച്ച് വരുന്നേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാലും മോളെ അവനെ കാണാത്തതുകൊണ്ട് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എന്ന് സൂചി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തായാലും എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നും പറയാം കേട്ടോ. പിന്നെയും കൺമണിയും അതുപോലെ തന്നെ കൺമണിയാണെങ്കിലും ആ ചാനലിൻ്റെ മീറ്റിങ്ങിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അമ്മായി അങ്ങോട്ട് വരിക കേട്ടോ. എന്താ മോളെ നീ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? എനിക്ക് വയ്യ അമ്മായി, ക്യാമറയുടെ മുന്നിലൊന്നും ഞാൻ പോയി നിൽക്കില്ല, എനിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. എടി പെണ്ണേ, ഇതെന്തിനു പേടി? നല്ലൊരു ഇൻ്റർവ്യൂ കൊടുക്കണമെങ്കിൽ ഇത്ര പേടിക്കേണ്ട ആവശ്യം എന്താ? നിനക്ക് മനസ്സിൽ തോന്നുന്ന ആ സമയത്ത് പറഞ്ഞാൽ മതി, ഇപ്പം തന്നെ പ്രിപ്പയർ ചെയ്ത് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്യാമറ കാണുമ്പോൾ തന്നെ എനിക്ക് ടെൻഷനാണ്, ഞാനൊന്നുമില്ല. TV ചാനലിൽ ഞാൻ വിളിച്ച് പറയാൻ പോവാണ്. എടി മണ്ടി, എത്ര ആൾക്കാർ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നറിയോ? നിനക്ക് ഭാഗ്യമല്ലേ ഈ ഒരു അവസരം കിട്ടിയത്, അത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കല്ലേ വേണ്ടതെന്ന് പറയുന്നു. അച്ഛനങ്ങോട്ട് വരുന്നുണ്ട്, അതാ മോളെ ചെയ്യേണ്ടത്. എന്തായാലും ഈ ഡോക്യുമെൻ്ററി കാരണം മോൾ ഉയർലെങ്കിലെത്തും, ഇനി കൺമണിയെ എല്ലാവരും അറിയും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു വാശിയാണ് മോളെ, ആ ജയിലിൽ കിടക്കുന്ന ആ മാനസികം കൂടി ഇത് കാണണം, മോള് സംസാരിക്കുന്നതും മോളുടെ ഉയർച്ചയും എല്ലാം. അതിന് വേണ്ടി അച്ഛൻ്റെ ഒരു വാശിയും കൂടിയാണ് അതെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ അച്ഛനങ്ങ് പോകുന്നു. അതിനുശേഷം തന്നെ അമ്മായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോളെ ആ പാവം മനസ്സിൻ്റെ വേദന കണ്ടോ, എനിക്ക് മനസ്സിലാവും, ഏട്ടനിപ്പോൾ കരഞ്ഞിട്ടില്ലെങ്കിൽ ഉള്ളിൽ കരയുന്നുണ്ട്. നിൻ്റെ ഉയർച്ചയെ ഒരുപാട് സന്തോഷിക്കുന്ന മനുഷ്യനാണ്, ഇത്രമേൽ ആരോടും ഏട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല, മോളത് സാധിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുന്നു കേട്ടോ. പിന്നെയും ബലരാമനെയും കാണിക്കുന്നുണ്ട്, ഭാഗ്യശ്രീയും. എന്തായാലും മീര കൃഷിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവില്ല മോളെ, അല്ലെങ്കിൽ കൃഷി ഇവിടെ ഓടിയെത്തണ്ടല്ലേ. നമ്മളിനി എങ്ങനെയാണ് രക്ഷപ്പെടുക? എൻ്റെ കാര്യം ഓർത്തിട്ടല്ല, മോളുടെ കാര്യം ഓർത്തിട്ടാ നമ്മൾ രക്ഷപ്പെടുക ഏട്ടാ, എന്തെങ്കിലും ഒരു വഴി കാണുമെന്ന് പറയുന്നു. അങ്ങനെ ഒരു ഗുണ്ട അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എടാ ഇതാ ഭക്ഷണം എന്ന് പറയുന്നുണ്ട്. ഭാഗ്യശ്രീ ആണെങ്കിൽ വെള്ളം എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോയി. അവളെവിടെടാ എന്ന് പറയുമ്പോൾ അവൾ അകത്തുണ്ട്. അവൾക്ക് അങ്ങോട്ട് ഭക്ഷണം എറിഞ്ഞു കൊടുക്കാട്ടോ ചെയ്യുന്നത്. അങ്ങനെ എന്താടാ നീ കാണിച്ചത്, ആ ഭക്ഷണം എറിഞ്ഞു കൊടുക്കേ, മര്യാദയ്ക്ക് എടുത്ത് കൊടുക്കടാന്ന് പറയുന്നത്, നീ അത് പഠിപ്പിക്കുന്ന ആരടാ? അങ്ങനെ ബലരാമനും ആ കുട്ടിയും കൂടി വഴക്കുണ്ടാവുന്നു കേട്ടോ, അടി കൂടുന്നു. ആ സമയത്ത് ഭാഗ്യശ്രീ വിട്ടു മാറ്റുന്നു. അതിനുശേഷം തന്നെ എന്താ ഏട്ടാ, ഏട്ടനൊന്നും മിണ്ടാതിരുന്നൂടെ, ഏട്ടനിങ്ങനെ ഉപദ്രവിക്കുന്നത് കാണാൻ എനിക്ക് സാധിക്കുന്നില്ല. മോളെ നിന്നെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ലടിയാതാ, എനിക്ക് നീ എങ്ങനെയെങ്കിലും പുറത്ത് ചാടിയാൽ മതി എന്നുള്ള അവസ്ഥയിലാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കൃഷ്ണൻ കൺമണിയും കൂടി സംസാരിക്കുന്നുണ്ട്. കൺമണിയും ആണെങ്കിലോ കൃഷ്ണനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. ബലരാമനെ കുറിച്ചുള്ള അന്വേഷണത്തിലാട്ടോ കൃഷ്. കൺമണിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ സമാധാനം കിട്ടുന്നുള്ള പ്രതീക്ഷയാണ്. അതിനുശേഷം തന്നെ കൺമണിയാണെങ്കിലോ ഏട്ടൻ എന്തായാലും വരും ഉറപ്പാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവരുടെ റൊമാൻറ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ സംസാരിക്കുന്നു കേട്ടോ. കല്യാണത്തിന് അധിക ദിവസമൊന്നുമില്ല, എന്തായാലും അത് കഴിഞ്ഞിട്ട് തന്നെയുള്ളൂ മുത്തുകാവൊക്കെ തിരിച്ചു തരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നു കേട്ടോ. പിന്നീട് ഹേമയാണ് കാണിക്കുന്നത്. മാനസയെ കാണാനായിട്ട് ജയിലിലേക്ക് വരുന്നു. ഹേമയ്ക്കാണെങ്കിലോ മാനസയുടെ അവസ്ഥ കണ്ടിട്ട് വിഷമമാവുന്നുണ്ട് കേട്ടോ. അമ്മ എന്തിനാ കരയുന്നത്, കരയേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ അമ്മ ഇങ്ങനെ വിഷമത്തോടെ എന്നെ കാണാൻ വന്നാൽ അതിലേറെ വിഷമമല്ലേ എനിക്കുണ്ടാവുള്ളൂ, അമ്മ അത് മനസ്സിലാക്കണമെന്ന് പറയുന്നു കേട്ടോ. അമ്മ അച്ഛനോട് സംസാരിച്ചു, അച്ഛൻ എങ്ങനെയുണ്ട്? അച്ഛന് എന്തായാലും ഒരു അലിവുണ്ടാവും മോളെ, അച്ഛൻ തന്നെ നിന്നെ ജാമ്യത്തിൽ പുറത്തെടുക്കും. പിന്നെ അമ്മയോട് എന്താ ഇതൊക്കെ ആരാ പറഞ്ഞത് എൻ്റെ അവസ്ഥയെക്കുറിച്ച്? ബലരാമൻ്റെ അമ്മ സുമിത്ര എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന മാനസിക സന്തോഷമായി, താൻ വിചാരിച്ച കാര്യം നടന്നു തുടങ്ങി.
പിന്നെ ഒന്നുകൂടി സഹതാപത്തിൽ മനസ്സ അമ്മയോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അമ്മേ, അധികം നേരം സംസാരിച്ചാൽ ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ സമയമായി, ഞാൻ പോട്ടെ. അല്ലെങ്കിൽ ഭക്ഷണം പോലും കിട്ടില്ല. അവരെനിക്ക് നിലത്ത് വലിച്ചെറിയും, അത് പെറുക്കി തിന്നേണ്ട അവസ്ഥയാവും. അല്ലെങ്കിൽ ഇന്ന് മുതൽ പട്ടിണിയാവും. അമ്മ പൊയ്ക്കോ, എൻ്റെ മോളെ, നിനക്കൊരു ഗതി വന്നല്ലോ. അങ്ങനെ ഹേമയുടെ മനസ്സ് മാറ്റാനുള്ള കുതന്ത്രത്തിലാട്ടോ മാനസയും. അതിനകത്ത് കൺമണിയാണ് കാണിക്കുന്നത്. അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് അവരെത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ അമ്മായി ഒരു പേപ്പറിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് വരുന്നുണ്ട്. ഇതെന്താ അമ്മായി? ഇതെല്ലാം തന്നെ ഇൻ്റർവ്യൂ എന്നോട് ചോദിച്ചിട്ടുള്ള ഈ മറുപടി പറയാറുള്ളതാ. അമ്മായിനോട് 1 മിനിറ്റ് 2 മിനിറ്റ് ചോദിക്കും. ഇത് അപ്പയുടെ ഇൻ്റർവ്യൂ ആണ്, അപ്പയാണ് സംസാരിക്കേണ്ടത്. എന്താടാ ഈ കോലത്തിൽ നിൽക്കുന്നത്? പെട്ടെന്ന് പോയി ഡ്രസ്സ് മാറ്റി എന്ന് കൺമണിയോട് പറയുന്നുണ്ട്. എനിക്കിതൊക്കെ മതി. അപ്പ എന്തിട്ടാണ് സുന്ദരിയല്ലേ, പക്ഷേ ഒന്നുകൂടി കളർഫുള്ളായുള്ള ഡ്രസ്സ് ഇടായിരുന്നു എന്നും ഗോകുലും പറയുന്നുണ്ട് കേട്ടോ. അതിന് അച്ഛൻ വരുന്നുണ്ട്. എൻ്റെത് എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് അവിടെ ഒരു ഓട്ടോ വരുന്നുണ്ട് കേട്ടോ. അപ്രതീക്ഷിതമായിട്ട് ധനലക്ഷ്മി തന്നെ കേട്ടോ. അയ്യോ അമ്മ, ഓ ഈ ടി വി ചാനൽ ഇൻ്റർവ്യൂ ഉണ്ട് അറിഞ്ഞു കേട്ട് വന്നവളാണ് അവൾ. എന്തെങ്കിലും കോളാക്കുമോ എന്നൊക്കെ ടെൻഷനായിട്ട് നിൽക്കുക കേട്ടോ. എന്തായാലും ധനലക്ഷ്മിക്ക് പിന്നെ പുതിയൊരു മുഖമായിട്ട് അതിൽ കത്ത് കാണുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയണം കേട്ടോ.